ഇന്നത്തെ വിവരണത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് കടൽ കൊള്ളക്കാരുടെ കഥയാണ്. കടൽ കൊള്ളക്കാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ആണ്. പക്ഷെ അതിനേക്കാളും വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതാണ് വൺ പീസ്. ഇതിന്റെ ആദ്യ ഭാഗമായ റൊമാൻസ് ഡോൺ ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളുടെ കഥ ആരംഭിക്കുന്നത് തന്നെ ലോകത്തിന്റെ ഭൂപടം കാണിച്ചുകൊണ്ടാണ്. വേറൊരിടത്തും കാണാത്ത തരത്തിലുള്ള ലോകമാണ് അവരുടേത്. കുറെ ദ്വീപുകൾ ചേർന്നിട്ടുള്ള സ്ഥലത്ത് അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളും വെച്ച് സാഹസികതയും സ്വാതന്ത്ര്യവും അന്വേഷിച്ച് ജീവിക്കുകയാണ് അവർ. ഇതാണ് അവരുടെ ലോകം, കടൽ കൊള്ളക്കാരുടെ ലോകം. 22 കൊല്ലങ്ങൾക്ക് മുന്നേ ലൂച്ച് ടൗൺ കടലിൽ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷെ ലോക ഗവൺമെന്റിന്റെ കഠിന പ്രയത്നം കൊണ്ട് മാത്രം അതിനൊരു അവസാനം എത്തിയേക്കുകയാണ്. ഗോൾഡ് റോജർ, ഇദ്ദേഹമാണ് കടൽ കൊള്ളക്കാരുടെ രാജാവ്. അദ്ദേഹത്തിന്റെ പാത ആരും പിന്തുടരാതിരിക്കാനും സമാധാനം കണ്ടുപിടിക്കാനുമായിട്ട് അന്ത്യം വരുത്തുകയാണിപ്പോൾ. ലോക ഗവൺമെന്റിന് നേരെയുള്ള ഗൂഢാലോചന, മോഷണം, കടൽ കൊള്ള എന്നീ കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുള്ളതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചേക്കുകയാണ്. റോജറിന്റെ നിധി എവിടെയാണെന്നുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ശക്തിയിലും സമ്പത്തിലും പ്രശസ്തിയിലുമാണ് അദ്ദേഹത്തിന്റെ നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കി കടലിലേക്ക് ഇറങ്ങി അന്വേഷിക്കൂ. എന്റെ നിധിയെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരുന്നു റോജറിന്റെ അവസാന വാക്കുകൾ. അത് ലോകത്തെ മൊത്തം മാറ്റിമറിച്ചു. പുതിയ തലമുറ പിറവിയെടുത്ത് അവർ റോജറിന്റെ ഒളിഞ്ഞിരിക്കുന്ന നിധി തേടി അന്വേഷിച്ചിറങ്ങി. അതാണ് വൺ പീസ്. ഇതാണ് ലൂഫി, ഈ കഥയിലെ പ്രധാന നായകൻ. കിഴക്കേ നീലക്കടലിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അവൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ ഷാങ്സ് അവന് കടൽ കൊള്ളക്കാരെ പറ്റിയും അവരുടെ സാഹസികതയെ പറ്റിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഒളിഞ്ഞിരിക്കുന്ന വൺ പീസ് തേടി മറ്റുള്ളവരെ പോലെ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതാണ്. അവന് കടൽ കൊള്ളക്കാരുടെ രാജാവാകാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. അവന്റെ ആദ്യ ദിവസം തന്നെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വഞ്ചിയിൽ വിള്ളൽ വീണ് വെള്ളം കയറാൻ തുടങ്ങി. അത് മുങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അപ്പോൾ ഒരു ഡ്രമ്മിൽ കയറി ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തന്നെ സ്വന്തമായിട്ട് വളരെ ശക്തിയുള്ള കടൽ കൊള്ളക്കാരിയായിട്ട് വിചാരിക്കുന്ന ക്യാപ്റ്റൻ ആൽവിഡയാണിത്. അവളും അവളുടെ സംഘവും ചേർന്ന് മറ്റൊരു കൊള്ളക്കപ്പൽ ആക്രമിച്ചു കീഴടക്കി. അപ്പോൾ ആൽവിഡ ഒരു മനുഷ്യനോട് റോറോറോമസോറ എന്ന കൊള്ളക്കാരൻ എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. അയാളുടെ സമ്പത്തിന്റെ അവകാശികളുടെ പേരിൽ ഞാനല്ലേ ഏറ്റവും മുകളിലെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾ ആൽവിഡയുടെ പേരില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ കൊന്നുകളയുകയാണ്. ഉടനെ തന്നെ കോബിയോട് അവിടെ ശുദ്ധിയാക്കാനും പറഞ്ഞു. അന്നു രാത്രി കോബിയ ആയുധം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഡ്രം അനങ്ങുന്നത് കണ്ട് പേടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൂഫി വരുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ലൂഫിയുള്ള ആ ഡ്രം എങ്ങനെ ആൽവിഡയുടെ കപ്പലിൽ വന്നെന്ന്. ഇവർക്ക് ആക്രമിച്ച കൊള്ളസംഘത്തിന്റെ കപ്പലിൽ നിന്നും ലഭിച്ച ഡ്രമ്മുകളിൽ ഉണ്ടായിരുന്നതാണിത്. അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൽവിഡ കഴിച്ചു കഴിയാതെ ആർക്കും ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളുടെ കപ്പലാണിതെന്നും അവൾ ആരാണെന്നും എന്താണെന്നുമൊക്കെ പറയുവാണ് കോബി അവനോട്. അത് കേട്ട് പിന്നീട് ലൂഫിയുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുന്നേ വിൻമിൽ വില്ലേജിൽ ഷാങ്സ് തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് അവൻ നോക്കുവാണ്. അവനും അവരെ പോലെ നല്ലൊരു കൊള്ളക്കാരനായി കടലിൽ പോകണമെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷെ ചെറുതായത് കാരണം ആരും ഒന്നിനും സമ്മതിക്കുന്നില്ല. അവർ അവനെ തെരുവിലെ മുരിങ്ങ എന്നൊക്കെ വിളിച്ചാണ് കളിയാക്കുന്നത്. പക്ഷെ അവൻ അത് തിരുത്തി കടൽ കൊള്ളക്കാരനാണെന്ന് പറയുമ്പോൾ ഷാങ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കടലെന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. അത് തെളിയിക്കാൻ വേണ്ടി ഒരു കത്തിയെടുത്ത് അവന്റെ മുഖത്ത് തന്നെ സ്വയം മുറിവേൽപ്പിച്ചു. ഈ കഥ കേട്ട് ഞെട്ടിയ കോബി ചോദിക്കുവാണ്, എന്തിനാണ് എല്ലാവരും കടൽ കൊള്ളക്കാരാകാൻ ശ്രമിക്കുന്നതെന്ന്. ലൂഫി അവന് പറഞ്ഞു കൊടുക്കുവാണ്, കടൽ വെള്ളത്തിന്റെ ഉപ്പിന്റെ നല്ല സുഗന്ധവും വിശ്വസ്തരായ ഒരു കൂട്ടം ആൾക്കാരും ഉള്ളപ്പോൾ എന്ത് രസമാണ്. അതിനും മുകളിലായിട്ട് സ്വാതന്ത്ര്യവും. ആൽവിഡക്ക് സ്വാതന്ത്ര്യം എന്നൊരു വാക്കില്ല എന്നാണ് കോബി പറയുന്നത്. അവർ തീരുമാനിക്കും ആരെപ്പോ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അവരുടെ കാലിലെ നഖത്തിന് ചായം വരെ ഞാൻ പൂശണം. ഇതാണ് എന്റെ അവസ്ഥ എന്നൊക്കെ കോബി പറഞ്ഞു. അവിടെ നിന്ന് ലൂഫി പോകാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള പങ്കായം കൊണ്ട് വലിയ ശബ്ദമുണ്ടായി. അത് കേട്ട് ഉറങ്ങിക്കിടന്നവർ എല്ലാവരും എഴുന്നേൽറ്റു. ലൂഫി ആണെങ്കിലോ ആൽവിഡയോടും പറഞ്ഞു അവൻ കടൽ കൊള്ളക്കാരുടെ രാജാവാകുമെന്ന്. അത് കേട്ട് അവനെ നോക്കി കളിയാക്കി ചിരിക്കുവാണ് അവരെല്ലാവരും. അവൻ കോബീനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവൻ ആൽവിഡയുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവൾ അവനെ വിടുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ കയ്യാങ്കളിയായി. ലൂഫിയുടെ സ്ട്രെച്ചബിലിറ്റി കാരണം മാത്രം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ആൽവിഡയെ കടലിലേക്ക് ഇട്ടു. 66 ദ്വീപിൽ സോറോ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അവനോട് സോറോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ 3 ദിവസമായി ഫോളോ ചെയ്യുന്നു, എന്താ നിനക്ക് വേണ്ടതെന്ന്. അവനെ മിസ്റ്റർ 7 എന്ന് വിളിച്ചാൽ മതിയെന്നും അയാൾ ഒരു ബാറോക്ക് വർക്ക്സ് എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ആളാണ്. അവന്റെ കഴിവുകളിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സംഘത്തിലേക്ക് ചേരാൻ അവനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കെ സോറോ പറഞ്ഞു, അതിന് മിസ്റ്റർ 7-നേക്കാളും വേറെ ആരെങ്കിലും വരുന്നതായിരിക്കും നല്ലതെന്ന്. അത് കേട്ട് പ്രകോപിതനായ മിസ്റ്റർ 7 അവനെ ആക്രമിക്കാൻ ഒരുങ്ങി. അങ്ങനെ സോറോ അവന്റെ വാൾ ഉപയോഗിച്ച് അവനെ 2 കഷ്ണമാക്കി. ആ സമയത്ത് ലൂഫിയും കോബിയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ചെറിയ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കോബി അവന്റെ സ്ട്രെച്ചിങ് കഴിവിനെ പറ്റി ചോദിച്ചു. അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും തുടരുകയാണ്. അവൻ അവന്റെ മുഖത്ത് സ്വന്തമായി മുറിവേൽപ്പിച്ചതിനു ശേഷം അവന്റെ മുഖം വാണ്ടഡ് പോസ്റ്ററിൽ എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശീലിച്ചു തുടങ്ങി. അവൻ എന്നിട്ട് അവിടെ ഒരു ബോക്സിലിരുന്ന ഒരു പ്രത്യേകതരം പഴമെടുത്ത് കഴിച്ചു. അത് ഡബിൾ ഫ്രൂട്ട് ആയിരുന്നു.
ഒരു കൊള്ളക്കാരൻ വന്ന് ഷാങ്സിനെ അപമാനിച്ചിട്ട് ആരും പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ അവൻ ദേഷ്യപ്പെടുവാണ്. കാരണം ഷാങ്സിനെ അവന് വളരെ കാര്യമായിരുന്നു. പക്ഷെ ഷാങ്സ് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ദേഷ്യപ്പെടരുത്, സമാധാനത്തോടെയും നമ്മൾക്കെല്ലാം ശരിയാക്കിയെടുക്കാൻ സാധിക്കുമെന്ന്. അവൻ വളർന്നിട്ടില്ല എന്നും പറഞ്ഞതുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവൻ്റെ കൈ റബ്ബർ പോലെ വലിയുവാണ്. അവൻ അതുകൊണ്ട് അതിനെ ഗം ഗം എന്നാണ് പറയുന്നത്. അങ്ങനെ ഷാങ്സിന് മനസ്സിലായി അവൻ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചെന്നുള്ള കാര്യം. അങ്ങനെ അവർ ഗ്രാൻഡ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് വൺ പീസിന് വേണ്ടിയിട്ട്. കോബിയുടെ ആഗ്രഹം ഒരു നാവികനായതിനു ശേഷം സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ പറ്റാത്തവരെ സഹായിക്കണമെന്നാണ്. അപ്പോൾ അതിന് അവനെ ലൂഫിയും സഹായിക്കാമെന്ന് പറഞ്ഞു. കിഴക്കേ നീലക്കടലിൽ തന്നെ വേറൊരു ബോട്ടിൽ ഒരു പെണ്ണ് സഹായം ചോദിച്ചു കിടക്കുവാണ്. അവിടേക്കൊരു വലിയ ബോട്ടിൽ 2 കൊള്ളക്കാർ വന്ന് അവളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ കയ്യിലുള്ള വലിയ പെട്ടി കണ്ട് നിധിയാണെന്ന് കരുതി അവളുടെ ബോട്ടിലേക്ക് കയറി. അവളപ്പോൾ തന്ത്രപൂർവ്വം അവർ കാണാതെ അവരുടെ ബോട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടു. ഇതെല്ലാം അവളുടെ ഒരു നാടകമായിരുന്നു. പിന്നീട് ഷെൽസ്റ്റൗണിൽ ലൂഫിയും കോബിയും എത്തി. അവർ ഒരു ബാറിൽ കയറി. അവിടേക്ക് സോറോ കടന്നു വന്നു. അവന്റെ കയ്യിൽ ഒരു ചാക്കുണ്ടായിരുന്നു. അതിനുള്ളിൽ മിസ്റ്റർ 7 ആണ്. അവനൊരു കുപ്പിയും അവന്റെ സുഹൃത്തിനൊരു കുപ്പിയും ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി ആ സമയത്ത് അവിടെ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ ബോട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവൾ ഇവിടെയും വേറെന്തോ പുതിയൊരു തന്ത്രം ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ അവൾ അവിടെയുള്ള കുറച്ച് നാവികരോട് സംസാരിക്കുന്നുമുണ്ട്. അതേ സമയത്ത് അവിടേക്കൊരു കുട്ടി കടന്നു വരികയും അവൾ സോറോയ്ക്ക് നേരെ അരിയുണ്ടകൾ നീട്ടുകയും ചെയ്തു. പക്ഷെ അവനത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അതിനുള്ളിൽ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവനത് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ അവൾ ആരുടെയോ വിളി കേട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അവിടേക്ക് കടന്നു വന്ന ക്യാപ്റ്റൻ മോർഗന്റെ മകന്റെ ദേഹത്ത് ആ പാത്രം തട്ടി താഴെ വീണു. അവൻ അതൊരു കുട്ടിയാണെന്നുള്ള ബോധമില്ലാതെ ആ ഉണ്ട ചവിട്ടി അരച്ചു. അവൾ അവനോട് മാപ്പ് അപേക്ഷിച്ചെങ്കിലും അവൻ അവളെ പുച്ഛിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന് സോറോ തന്റെ ഭക്ഷണം അവൻ നശിപ്പിച്ചുവെന്ന് പറഞ്ഞ് താഴെ നിന്ന് അത് വാരിക്കഴിക്കുകയും അത് വളരെ രുചിയുള്ളതാണെന്നും പറഞ്ഞു. എന്നിട്ട് അവനോടും കഴിക്കാൻ പറയുകയും അത് ആ കുട്ടിയോട് ക്ഷമ ചോദിക്കാനും പറഞ്ഞു. പക്ഷെ അവൻ ആരാണെന്ന് തനിക്കറിയാമോ എന്ന് ചോദിച്ച് വാളെടുത്ത് സോറോയെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ കലഹത്തിലായി. അതിൻ്റെ ഇടയിൽ ആ സമയത്ത് ആ ബോട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു നാവികനെ ഇടിച്ചിടുകയും അയാളെ വലിച്ചോണ്ട് പോവുകയും അയാളുടെ യൂണിഫോം അഴിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. മോർഗന്റെ മകനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ എന്ത് വേണേലും സോറോയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൈസ മതിയെന്ന് പറഞ്ഞ് അത് വാങ്ങാൻ മോർഗന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞെട്ടിത്തെറിച്ച് ലൂഫിയും കോബിയും അവിടെ ഇരിക്കുന്നുണ്ട്. സോറോ മോർഗനോട് പറയുന്നുണ്ട് അവന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല, എന്റെ പൈസ കിട്ടിയാൽ ഞാൻ പോയേക്കാമെന്ന്. പക്ഷെ മോർഗൻ പറഞ്ഞു, നിനക്ക് നിന്റെ പൈസ തരാം, പക്ഷെ നീ ഒരു നാവികനെ ആക്രമിച്ചതിന് പിഴയായി നിന്നെ 7 ദിവസം എന്റെ മുറ്റത്ത് കെട്ടിയിടും, വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ തന്നെ. അപ്പോൾ സോറോ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ നിങ്ങളുടെ മകനെ ഞാൻ ആദ്യം കൊല്ലുമെന്ന്. അത് പറഞ്ഞപ്പോൾ മോർഗൻ അവനെ ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സോറോ തന്നെ തീരുമാനിച്ചതാണ് 7 ദിവസം അവിടെ കിടന്നോളാമെന്ന്. അന്നു രാത്രി ലൂഫിയും കോബിയും കൂടെ അന്ന് നടന്ന പ്രശ്നങ്ങളെ പറ്റി പറയുകയാണ്. നല്ലതും ചീത്തതുമായി 2 വിധത്തിലുള്ള കൊള്ളക്കാരും നാവികരും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലൂഫിക്ക് ഒരു സഹായം ചെയ്യണമെന്ന് അവൻ കോബിനോട് പറഞ്ഞു. കാരണം അവൻ മാപ്പുമായി വരുമ്പോൾ പോകാൻ ഒരു ബോട്ട് വേണമെന്നായിരുന്നു അവന്റെ ആവശ്യം. പിറ്റേ ദിവസം മോർഗന്റെ മകൻ സോറോയെ കാണാൻ വന്നിട്ട് അവനെ വെറുതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. സോറോയോട് അവിടെ ഇരുന്ന് യാചിക്കാൻ പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്ന് പറഞ്ഞു, 7 ദിവസം കഴിയട്ടെ, അപ്പോൾ കാണാം ആരാണ് യാചിക്കാൻ പോണതെന്ന്. മോർഗന്റെ മകനപ്പോൾ പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന്? എൻ്റെ അച്ഛൻ നിന്നെ കൊല്ലും, നീ ഇവിടെ കിടന്ന് ചാകുകയും ചെയ്യും. ആ സമയത്ത് സോറോയുടെ അടുത്തേക്ക് ലൂഫി വന്നിട്ട് പറഞ്ഞു, താങ്കളൊരു നല്ല മനുഷ്യനാണെന്ന്, താൻ നല്ലൊരു പോരാളിയാണ്, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അടിപൊളിയായിരിക്കുമെന്ന്. സോറോ പറയുന്നുണ്ട്, ഞാൻ നീ വിചാരിക്കുന്ന പോലത്തെ ആളെ അല്ല, നിന്നെപ്പോലെ ഉള്ളവരെ ഞാൻ കൊല്ലും. അപ്പോൾ ലൂഫി ചോദിച്ചു, നിനക്ക് അതാണോ വേണ്ടത്, അതാണോ നിന്റെ ആഗ്രഹമെന്ന്. സോറോ പറയുന്നുണ്ട്, ഞാൻ പണ്ടേ വാക്കുകൊടുത്തു പോയതാണ് വാളെടുക്കുന്നവനാകുമെന്ന്. ലൂഫി സോറോയെ അഴിച്ചു വിടുവാണപ്പോൾ. സോറോ പറഞ്ഞു, നീ എന്നെ അഴിച്ചു വിട്ടാലും ഞാൻ നിന്റെ കൂട്ടത്തിൽ കൂടുകയില്ലെന്ന്, എനിക്ക് നിന്റെ ഒന്നും വേണ്ട എന്നും. തന്നെ ഇവിടെ കെട്ടിയിടുന്നത് വെറുതെ സമയം പാഴാക്കുന്ന പോലെയാണ്, പുറത്താണെങ്കിൽ വേറെ എന്തെങ്കിലും തനിക്ക് ആവശ്യമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ് ലൂഫി പോകുവാണ്. നാവികരുടെ സ്ഥലത്തേക്ക് കാവൽക്കാർ മാർച്ച് ചെയ്തു വന്നപ്പോൾ അവരുടെ കൂടെ ആ പെണ്ണും കയറി വന്നു. അവൾ എന്നിട്ട് ഗ്രാൻഡ് ലൈനിലേക്ക് പോകാൻ വേണ്ടി ആ മാപ്പ് അന്വേഷിച്ചു വന്നതാണ്. അതേ സമയത്ത് ലൂഫിയും അവിടെ എത്തി. അവർ 2 പേരും കൂടെ ഒരുമിച്ച് ഭൂപടം കിട്ടുമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കറക്റ്റായിട്ട് മോർഗന്റെ മുന്നിൽ തന്നെ ചെന്നുപെട്ടു. പക്ഷെ ഒരു നുണക്കഥകളൊക്കെ പറഞ്ഞ് അവർ മോർഗനെ വിശ്വസിപ്പിച്ചു. അപ്പോൾ അവളോട് ലൂഫി പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ അടിപൊളിയായിരിക്കുമെന്ന്. പക്ഷെ അതിന് അവൾക്ക് താല്പര്യമില്ല. അവളുടെ കയ്യിൽ ഓൾറെഡി ആ മുറിയുടെ താക്കോലുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് അവൻ അന്വേഷിച്ചപ്പോൾ അവളൊരു കള്ളിയാണെന്നും മോഷ്ടിച്ചതാണെന്നും പറയുന്നുണ്ട്.
വീണ്ടും ലൂഫി അവളോട് പറഞ്ഞു, നീ എൻ്റെ ഒപ്പം ചേർന്ന് നല്ലൊരു കടൽ കൊള്ളക്കാരിയാവാൻ. പക്ഷെ അവൾ പറഞ്ഞു അവൾക്ക് കടൽ കൊള്ളക്കാരെ വെറുപ്പാണെന്ന്. അങ്ങനെ അവർ ആ മുറി തുറന്ന് അകത്ത് കയറി മാപ്പ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുന്ന നേരം കൊണ്ട് മോർഗൻ മാപ്പ് മോഷ്ടിക്കാൻ കൊള്ളക്കാരകത്ത് കയറിയിട്ടുണ്ടെന്നറിഞ്ഞ് അലാമെല്ലാം ഓണാക്കി മുറിയുടെ വാതിൽ അയാളുടെ കോടാലി കൈകൊണ്ട് പൊളിക്കുകയാണ്. ആ നേരത്ത് തന്നെ ലൂഫി അവന്റെ ഗംഗം ശക്തി വെച്ച് ആ പെട്ടി പൊക്കിയെടുക്കാൻ നോക്കി. അവളും അവനെ സഹായിച്ചു. അതിന്റെ ബലത്തിൽ അവർ രണ്ടുപേരും കൂടെ തെറിച്ച് ജനലുകൾ പൊളിച്ച് പുറത്തേക്ക് വീണു. അവിടെ താഴെ കാവൽക്കാർ ഉണ്ടായതുകൊണ്ട് അവർ അവരെ ആക്രമിക്കുകയും അവസാനം സോറോയും അവരോടൊപ്പം കൂടി. മോർഗൻ എത്തിയപ്പോൾ 3 പേരെയും ഒരുമിച്ച് കണ്ടു. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ടീമാണെന്ന്. പക്ഷെ ബാക്കി 2 പേരും അത് നിഷേധിച്ചു. അങ്ങനെ മോർഗൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവർ 3 പേരും ഒരു ടീമല്ലെങ്കിൽ പോലും അവർ ഒരുമിച്ച് നിന്നു. മോർഗനെ എതിർക്കാൻ കഷ്ടപ്പാടാണ്. കാരണം അയാളുടെ കയ്യിലുള്ള കോടാലി മാത്രമല്ല, ശരീരം മുഴുവൻ ആയുധമാണ്. അങ്ങനെ അവസാനം അവർ മോർഗനെ തോൽപ്പിച്ചു. അവർ ആ മാപ്പുള്ള പെട്ടിയും എടുത്ത് അവളുടെ ബോട്ടിൽ കയറി. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് കോബി എത്തിയിട്ടില്ല എന്ന്, അവനില്ലാതെ പോകാൻ പറ്റില്ലെന്നും. സോറ പറഞ്ഞു അവനെ നോക്കി നിന്നാൽ നാവികർ വന്ന് നമ്മളെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും മോർഗന്റെ മകൻ വന്നു. എന്നിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോബി വന്ന് അവനെ ഇടിച്ചിട്ടു. കോബിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം അവന്റെ ആഗ്രഹം പോലെ അവന് നാവികനായി ആൾക്കാരെ സഹായിക്കണമെന്നാണ്. കോബിക്കും ലൂഫിക്കും ഒരുപാട് സങ്കടമായി. എന്നാലും കോബി ഇല്ലാതെ തന്നെ അവർ യാത്ര തുടർന്നു. ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പ് മോഷ്ടിക്കപ്പെട്ടെന്ന് ഗാർട്ട് അറിഞ്ഞിട്ട് ഷെൽസ് ടൗണിലേക്ക് പോവുകയാണ്. ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും ആ ഭൂപടം എന്റെയാണ്, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് ബഗ്ഗി പറഞ്ഞുകൊണ്ട് ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത ഭാഗമായി വരുന്നത് വരെ കാത്തിരിക്കുക. താങ്ക്